അരണ്ട വെളിച്ചത്തിൽ തൊട്ടുമുന്നിൽ രാഹുലിനെ കണ്ടതും അവൾ മിഴികൾ ഇറുക്കി അടച്ചു കളഞ്ഞു. നീ എവിടേക്കാ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത്? രാഹുൽ മുരണ്ടുകൊണ്ട് അവളുടെ കാതി ചോദിച്ചതും ഗംഗയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവനിൽ നിന്നുയരുന്ന മദ്യത്തിന്റെ ഗന്ധം മൂക്കിലടിച്ചതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവന്റെ ചോദ്യം വകവയ്ക്കാതെ ഇറങ്ങി ഓടാൻ ശ്രമിച്ചതും അവൻ അവളെ ബലമായി പിടിച്ച് കട്ടിലേക്ക് തന്നെ കെടുത്തിക്കൊണ്ട് അവളുടെ മുകളിലേക്ക് അമരാൻ ശ്രമിച്ചു. രാഹുൽ പ്ലീസ്, ഞാൻ നല്ല ടയേർഡാണ്, ഗംഗ അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതിന് അതിന് ഞാനെന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതേതു വിധേനയും നേടിയെടുക്കും. അത് നിനക്കറിയാവുന്നതാണല്ലോ. ഒരു വഷളൻ ചിരിയോടെ രാഹുൽ പറഞ്ഞപ്പോൾ അവജ്ഞയോടെ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങൾ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. ഗംഗയുടെ മുഖത്തെ ആ ഭാവമാറ്റം മനസ്സിലാക്കിയതും രാഹുൽ അവളുടെ കവിളുടെ കുത്തിപ്പിടിച്ചു. എന്താടി, നിനക്കിത്ര പെട്ടെന്ന് മടുത്തുപോയോ എന്നെ? അതോ നിനക്കിപ്പോ പുച്ഛം തോന്നുന്നുണ്ടോ എന്റെ കൂടെ കിടന്നു തന്നതോർത്ത്? കല്യാണത്തിന് മുമ്പ് നീ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? എന്നെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്റേതാവാൻ നിനക്ക് കൊതിയാവുന്നുവെന്നല്ലേ? അതുമാത്രമോ? കഴിഞ്ഞ ഒരാഴ്ച ആ ഹോട്ടലിൽ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവൂലോ അല്ലേ? രാഹുൽ ചോദിച്ചതും ഗംഗ വെറുപ്പോടെ മുഖം ചിരിച്ചു. രാഹുലിന്റെ അതിരങ്ങൾ അവളുടെ കവിളിലേക്ക് പതിഞ്ഞതും അവൾ അവനെ ഒരു ഊക്കോടെ തള്ളി മാറ്റിക്കൊണ്ട് ഹോളിലേക്ക് ഇറങ്ങി ഓടി. ഹോളിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടതും രാഹുൽ പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല. അവൻ മുറിയിൽ തന്നെ നിന്നു. അവനകത്തേക്ക് കയറി വന്നപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നതായിരുന്നു ലൈറ്റ്. ഉഷയും രമ്യയും ഇതിനോടകം തന്നെ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. ബെഡിലിരുന്ന് രാഹുലിന്റെ കണ്ണുകൾ എപ്പോഴോ അടഞ്ഞ് അവൻ ആ ബെഡിലേക്ക് തന്നെ വീണു. നിമി നേരത്തെ തന്നെ നിദ്രയിലേക്ക് ആഴ്ന്നു. അതേസമയം ഹോളിലേക്ക് ഓടിയിറങ്ങിയ ഗംഗ ചുറ്റുപാട് നോക്കി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടവൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഒരുപക്ഷെ രാഹുൽ ഇനിയും പിന്നാലെ വന്നാലോ, തന്നെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലോ എന്നൊക്കെയുള്ള ചിന്തകൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ ഓടി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയ്ക്കപ്പുറം മാറി ചായ്പ് പോലെ ഒരിടം കണ്ടതും അവൾ അവിടേക്ക് ചെന്ന് പതുങ്ങിയിരുന്നു. കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി ആർത്താർത്ത് കരഞ്ഞു അവൾ. ശാന്തമായ ആ രാത്രിയിലും ഗംഗയുടെ കരച്ചിൽ മാത്രം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. വരുത്തിവെച്ച വിധിയോർത്ത് അവൾക്ക് ഉള്ളം പുകഞ്ഞു. ഈശ്വര, ഏത് രീതിയിൽ തൻ്റെ വീട്ടിൽ എത്ര സന്തോഷത്തോടെ കഴിയേണ്ടവളായിരുന്നു താൻ. എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞല്ലോ. അവൾ ദേഷ്യത്തോടെ സ്വന്തം തലക്കടിച്ചുകൊണ്ട് പരിതപിച്ചു. പിന്നെ എപ്പോഴോ ആ ഇരിപ്പിലിരുന്ന് മയങ്ങി. ഉറക്കം നന്നായി വന്നപ്പോ ചെരിഞ്ഞ് വെറും നിലത്തേക്ക് കിടന്നു. സമയം പതിയെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. രാവിലെ ആദ്യം ഉണർന്നത് ഉഷയായിരുന്നു. ഉണർന്നെണീറ്റ ഉഷ കാപ്പി ഉണ്ടാക്കുവാനായി അടുക്കളയിലേക്ക് വന്നു. അടുക്കളവാതിൽ തുറന്നു. അലസമായി ചായ്പിലേക്ക് നോക്കിയവർ കണ്ടത് 2 കാലുകളാണ്. പെട്ടെന്നവർ പേടിയോടെ വാപത്തിപ്പോയി. രമ്യെന്ന് അവർ ഉറക്ക വിളിച്ചു. ഉഷയ്ക്ക് പിന്നാലെ അടുക്കളയിലേക്ക് വന്ന രമ്യ, എന്താമ്മേ, എന്തിനാ വിളിച്ചു പോകുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നപ്പോ അവർ ആ കാലുകൾ അവളെ കാണിച്ചു കൊടുത്തു. രമ്യ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു പോയി. എന്തോ അമ്മ ഇത്? ആരാ ആരാ രമ്യ അത്? ഉഷ ഭീതിയോടെ രമ്യയോട് ചോദിച്ചു. രമ്യ മുന്നോട്ടേക്ക് ഇറങ്ങിച്ചെന്നതും കണ്ടു വെറും തറയില് ചുരുണ്ടു കൂടിക്കിടക്കുന്ന ഗംഗയെ. അമ്മേ, ഇതാ കുട്ടിയാ ഗംഗ. ഉഷ പെട്ടെന്നിറങ്ങി ചായ്പിനടുത്തേക്ക് വന്നു. ശരിയാണ്, ഗംഗയാണ് കിടക്കുന്നത്. അവർക്ക് പിന്നെയും ഭയം. ഈ കുട്ടി എങ്ങനെ ഇവിടെ എത്തി? അവരറിയാതെ രമ്യയോട് ചോദിച്ചു പോയി. എനിക്കറിയില്ലമ്മേ, നീ ഒന്ന് വിളിച്ചേ കൊച്ചിനെ. എന്റെ ഈശ്വര, ഇതെന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് കിടന്നേ? അവർ ആരോടും അല്ലാണ്ട് ചോദിച്ചു. ആ സമയം രമ്യ മുട്ടുകുത്തി ഗംഗയ്ക്കരികിലിരുന്നു. എടി, ശ്വാസം ഉണ്ടോന്നൊന്ന് നോക്കിയേ. പെട്ടെന്ന് ഉഷ വേവലാതിയോടെ പറഞ്ഞതും രമ്യ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? അതിന്റെ കിടപ്പ് കണ്ടപ്പോ അവരെന്തോ പറയാൻ തുടങ്ങിയതും രമ്യ ഗംഗയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഗംഗെ. 2-3 പ്രാവശ്യം അവൾ തട്ടി വിളിച്ചതിന് ശേഷമാണ് ഗംഗ പതിയെ കണ്ണ് ചിമ്മി തുറന്നത്. ഗംഗെ, എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? കുട്ടി എങ്ങനെ ഇവിടെ വന്നത്? രമ്യ സാവധാനം അവളോട് ചോദിച്ചു.
പേടിയോടെ ഗംഗയുടെ കണ്ണുകൾ അകത്തേക്ക് പായുന്നത് കണ്ടതും ഉഷയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. കൊച്ചേ, നിന്നെ അവൻ രാത്രി ഉപദ്രവിച്ചോ? ഉഷ ശബ്ദത്തിൽ അല്പം പോലും അയവ് വരുത്താതെ പരുക്കനായ സ്വരത്തിൽ ചോദിച്ചു. നിശ്ചയിതാർത്ഥത്തിൽ അവൾ തലയാട്ടി. പിന്നെ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് കിടന്നത്? അവരുടെ ആ ചോദ്യത്തിന് മുൻപിൽ എന്തുത്തരം പറയണമെന്നറിയാതെ ഉമിനീർ വിഴുങ്ങിപ്പോയി ഗംഗ. അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതോടെ ഉഷ കലിയോടെ രാഹുലിന്റെ മുറിയിലേക്ക് ചെന്നു. അവർ ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ മലർന്നു കിടന്ന് സുഖമായി ഉറങ്ങുന്ന രാഹുലിനെയാണ്. ഉഷ കൈ നിവർത്തി അവന്റെ കൈത്തുടയ്ക്ക് തന്നെ ഒരു ഒറ്റ അടി വെച്ചു കൊടുത്തു. ഉറക്കത്തിലാണെങ്കിലും കിട്ടിയ അടിയുടെ വേദനയിലാണ് രാഹുൽ ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റത്. തൊട്ടു മുന്നിൽ ഉഷയെ കണ്ടതും അവനൊന്ന് കണ്ണു ചുമ്മി തുറക്കാൻ ശ്രമിച്ചു. തലേന്ന് രാത്രിയിലെ മദ്യപാനത്തിന്റെ ആലസ്യത്തിൽ അവൻ ഇപ്പോഴും തലനേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരുവിധം തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് ഉഷയാണെന്ന് കണ്ടതും അവൻ ദേഷ്യത്തിൽ അവരെ നോക്കി. അമ്മയോ? അമ്മ എന്തിനാ ഇത്രയും രാവിലെ എന്നെ വിളിച്ചുണർത്താൻ വന്നത്? അവനത് ചോദിച്ചപ്പോൾ തന്നെ ഉഷയ്ക്ക് മനസ്സിലായി അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്. മദ്യത്തിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയത് ഉഷ കൈ നിവർത്തി അവന്റെ മറ്റേ കൈത്തുടയ്ക്കും കൂടി കൊടുത്തു ഒരടി. എരണം കെട്ടവനെ, മദ്യപിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറരുതെന്ന് നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേടാ. എന്നിട്ട് നിനക്കിങ്ങനെ ധൈര്യം വന്നടാ ഈ വീട്ടിൽ ഇങ്ങനെ കുടിച്ചിട്ട് കയറി വരാന്? ഉഷ അവനെ നോക്കി അലറിയതും രാഹുൽ തലചൊറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഓ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ തള്ളേ. രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ വേണ്ടി. എങ്ങനെ 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 അവരതും പറഞ്ഞുകൊണ്ട് അവനെ തിരിച്ച് അവർക്ക് അഭിമുഖമായി നിർത്തി. എടാ, ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ? മറ്റുള്ളവർക്ക് സ്വൈര്യം തരാത്ത ഒരു നാശം. ഉഷി അവനെ പ്രാകുന്നത് പോലെ പറഞ്ഞു. എടാ, ഇന്നലെ ആ പെങ്കൊച്ചെന്തിനടാ ആ ചായപ്പി വന്ന് കിടന്നത്? നീ അതിനോട് എന്താടാ ചെയ്തത്? ഞാനെന്ത് ചെയ്യാൻ? തലേന്നത്തെ പ്രവൃത്തികളൊന്നും ഓർമ്മ വരാത്തതുകൊണ്ട് തന്നെ അവനങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. എടാ, നീ ഒന്നും ചെയ്യാതെ ഈ മുറിയിൽ കിടന്നുറങ്ങിയ കൊച്ച് എഴുന്നേറ്റ് ചായപ്പിലേക്ക് പോകത്തില്ലല്ലോ. അവൾ ഇന്നലെ കിടക്കാൻ ഈ മുറിയിലേക്ക് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. രാഹുലെ, ഒരു കാര്യം പറയാം. പണമില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സോടെയാ ഞാനും എൻ്റെ മോളും ഈ വീട്ടിൽ ജീവിക്കുന്നത്. അതില്ലാതാക്കാൻ നോക്കിയാലുണ്ടല്ലോ രണ്ടിനെയും കൂടെ പിടിച്ച് പുറത്ത് തള്ളു ഞാൻ. ഉഷ താക്കീതോടെ പറഞ്ഞതും രാഹുൽ മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. അവന്റെ കണ്ണുകൾ പോകും വഴി അവിടെയെല്ലാം ഗംഗയെ തിരിഞ്ഞെങ്കിലും നിരാശയായിരുന്നു പരം. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് ശരിക്കും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. പെണ്ണ് കിട്ടിയതിന്റെ ചെലവ് വേണോന്ന് കൂട്ടുകാരെല്ലാരും കൂടി പറഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന തുക കൊടുത്താണ് ഒരു കുപ്പി വാങ്ങിയത്. വേണ്ടെന്ന് പല ആവർത്തി പറഞ്ഞെങ്കിലും എല്ലാവരും നിർബന്ധിച്ചപ്പോ ഒരു കമ്പനിക്ക് അവർക്കൊപ്പം കൂടിയതാണവൻ. പിന്നെ 1 കഴിച്ച് 2 കഴിച്ച് ഹരം പിടിച്ചപ്പോ കുറച്ചധികം കഴിച്ചു. കൂട്ടുകാരിൽ ആരോ ആണ് രാത്രി വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എത്ര ചിന്തിച്ചിട്ടും അവന് മനസ്സിലാവുന്നില്ല. തലേന്ന് രാത്രി നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഓരോ സമയവും അവന്റെ തലവേദന കൂടിക്കൂടി വന്നു. അവൻ ഇട്ട വേഷത്തോടെ തന്നെ അടുക്കളയ്ക്ക് പുറത്ത് കിണറ്റിൻകരയിൽ ചെന്ന് 2 തൊട്ടി വെള്ളം കോരി തലയിലൂടെ ഒഴിച്ച് കിണറ്റിനടുത്തിട്ട് ആട്ടുകല്ലിൽ കുറച്ച് നേരം ഇരുന്നു. കയ്യിൽ തലതാങ്ങി ആലോചനയോടെ ഇരിക്കുന്ന അവന്റെ അടുത്തേക്ക് രമ്യ വന്നു. അടുത്തൊരാൾപ്പെരുമാറ്റം അറിഞ്ഞതും രാഹുൽ തല ഉയർത്തി അവളെ നോക്കി. ഡാ, എന്താടാ ഇന്നലെ ഉണ്ടായത്? രമ്യ അവനെ നോക്കി ചോദിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ദേ, നീ എന്റെ ചേച്ചിയാ, വലിയ അമ്മ കളിക്കാൻ വരണ്ട കേട്ടോ. രാഹുൽ ദേഷ്യത്തോടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് കേട്ട് ഉഷ അങ്ങോട്ട് വന്നു. എന്താടി, എന്താ ഇവിടെ ഒരു സംസാരം? ഓ, ഞങ്ങളൊന്നും സംസാരിച്ചില്ല. രാഹുൽ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഉഷ അവനെ പിടിച്ചു നിർത്തി. കൈ നിവർത്തി അവന്റെ ചെവിക്കലിന് കൊടുത്തൊരെണ്ണം. കിട്ടിയ അടിയുടെ ആഘാതത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന രാഹുൽ അറിയാതെ ആ ആട്ടുകെട്ടിലേക്ക് തന്നെ ഇരുന്നു പോയി. ഇതെന്തിനാ തന്നതെന്ന് അറിയാമോ നിനക്ക്? നല്ല രീതിയിൽ ജീവിച്ച ഒരു പെങ്കൊച്ചിനെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് വിളിച്ചു വരുത്തി
അതിൻ്റെ ജീവിതം ഈ വിധമാക്കിയതിനാണ് ഈ അടി. അതും പറഞ്ഞു ഉഷ രമ്യയും പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ കയറി. ഗംഗ അപ്പോഴും അടുക്കളയിൽ ഇട്ടിരുന്ന സ്റ്റൂളിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വന്ന ഉഷ അവളുടെ കയ്യിലേക്ക് ഒരു കപ്പ് കട്ടൻ ചായ കൊടുത്തു. കൊച്ചേ, ഇത് കുടിച്ചോണ്ട് പോയി പല്ല് തേക്കാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നീ ഒരു കാര്യം ചെല്ല്, പല്ല് തേച്ച് എന്തെങ്കിലും കഴിച്ച് റെഡിയാകും. ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. പെട്ടെന്ന് ഉഷ പറഞ്ഞതും ഞെട്ടലോടെ അവരെ നോക്കി നിന്നുപോയി ഗംഗ. കണ്ണു മിഴിച്ച് അവരെ നോക്കിയിരിക്കുന്ന ഗംഗയെ സൂക്ഷിച്ചൊന്ന് നോക്കി ഉഷ. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? നീ കണ്ടല്ലോ രാഹുലിന്റെ സ്വഭാവം. ഇങ്ങനെയൊക്കെ തന്നെ അവൻ. അതുകൊണ്ട് അവന്റെ കൂടെയൊന്നും ജീവിക്കാൻ കൊള്ളത്തില്ല കൊച്ചെ. ഈ കോളനിയിലെ പന്ന പിള്ളേരുമായിട്ടാണ് അവന്റെയൊക്കെ കൂട്ട്. നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, നന്നായില്ല. പെറ്റമ്മ പറഞ്ഞാൽ കേൾക്കാത്തവൻ ഇനി ആര് പറഞ്ഞാൽ കേൾക്കാനാ? അതോടെ ഞാൻ ആ ശ്രമവും ഉപേക്ഷിച്ചു. എന്തിനാ വെറുതെ? നീ ഇവിടെ കിടന്ന് കണ്ണീര് കുടിക്കണ്ട. നിന്റെ പ്രായത്തിലൊരു പെങ്കൊച്ച് എനിക്കുള്ളതാ. അതുകൊണ്ട് നീ ഒരുങ്ങിയിറങ്ങ്. നിന്റെ വീട്ടുകാരോട് ഞാൻ കാര്യങ്ങൾ പറയാം. എത്രയൊക്കെയാണെങ്കിലും മകൾ ഇതുപോലെ ഒരു കൊള്ളരുതാത്തവന്റെ കൂടെയാണ് ജീവിക്കുന്നതെന്നറിഞ്ഞാൽ എത്ര ദേഷ്യമുള്ള അപ്പനും അമ്മയാണേലും ഇരു കൈയും നീട്ടി നിന്നെ സ്വീകരിക്കും. അതുകൊണ്ട് നീ വാ. അത് പറഞ്ഞിട്ട് ഉഷ അകത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഗംഗ ഒരു കൈകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ഗംഗയുടെ സംസാരം കേട്ടതും ഉഷയ്ക്ക് നല്ല ദേഷ്യം വന്നു പോയിരുന്നോ? എങ്ങോട്ടും പോകാതെ പിന്നെ ഇവിടെ തന്നെ കയറിക്കൂടാമെന്നാണോ നിന്റെ വിചാരം? ഇവിടെ ഉള്ളവരുടെ വയറ് കഴിയാൻ തന്നെ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അതിൻ്റെ കൂടി എന്നെ നീയെ. രാഹുൽ അങ്ങോട്ട് വരുന്നത് കണ്ടതും ഉഷ അവന് കൂടി കേൾക്കാൻ പാകത്തിന് ഉറക്കെ തന്നെ സംസാരിച്ചു. തൽക്കാലം നിനക്ക് കൂടി ചെലവിന് തരാനുള്ള നിവൃത്തി എനിക്കില്ല. പിന്നെ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നവനുണ്ടല്ലോ, അല്ലെങ്കിൽ അവനോട് പറയണം പണിക്ക് പോയി വല്ലതും കൊണ്ടുവന്ന് തരാൻ. എന്തായാലും അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. അവരുടെ ആ വർത്തമാനം കേട്ട് നനഞ്ഞ വേഷത്തോടെ രാഹുൽ അടുക്കളയിലേക്ക് കയറി വന്നു. അതുകൂടി കണ്ടതോടെ ഉഷയ്ക്ക് കലിയിളകി. ഇറങ്ങടാ പുറത്തോട്ട്. അവർ പറഞ്ഞതും അവൻ പെട്ടെന്നിറങ്ങി അടുക്കളപ്പടിയിലേക്ക് നിന്നു. നിങ്ങൾ എന്തിനാ അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത്? രാഹുൽ അല്പം മുമ്പ് കിട്ടിയ അടിയുടെ വേദന മാറാത്തതുകൊണ്ട് തന്നെ ശബ്ദം താഴ്ത്തിയാണ് ചോദിച്ചത്. അവളെ ഇവിടെ നിർത്തിയിട്ട് എന്തിനാ? നിന്റെ ചേച്ചി ഒരുത്തിയിരുന്ന് തയ്യൽ മെഷീൻ ചവിട്ടിയുണ്ടാക്കുന്ന പണമാണ്. അതുകൊണ്ടാ 2 വയറ് കഴിഞ്ഞു പോകാൻ തന്നെ പെടാപ്പാട് പെടുന്നത്. ഇനി ഇവളെ കൂടി ഇവിടെ നിർത്തിയാൽ എന്തായാലും പറ്റില്ലടാ. അവളുടെ വീട്ടുകാരവളെ സ്വീകരിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവളെ അവളുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വന്നോളാം. ഉഷയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. രാഹുലിന്റെ നോട്ടം ഗംഗയിലേക്ക് നീണ്ടു. ഗംഗയാണെങ്കിൽ രാഹുൽ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും വെറുപ്പോടെ മുഖം കുനിച്ചു പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അവളുടെ മുഖത്തെ വെറുപ്പ് അവനും മനസ്സിലായിരുന്നു. അതോടെ അവനും ചിന്തിച്ചു, ഇന്നലെ രാത്രിയിൽ അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. രാഹുൽ ഒന്നും മിണ്ടാതെ അടുക്കള വഴി തന്നെ പുറത്തേക്കിറങ്ങി. ഗംഗയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. അവളൊരു കൈകൊണ്ട് ഗ്ലാസ് പിടിച്ച് മറുകൈ ഉഷയുടെ കയ്യിലേക്ക് ചേർത്തു. പ്ലീസ്, ഞാനിവിടെ നിന്നോളാം. എന്തെങ്കിലും ജോലി എടുത്തോളാം. എന്നെ ഇനിയും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടരുത്. എടി പെങ്കൊച്ചേ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിനക്ക് നിന്റെ വീട്ടുകാരെ അഭിമുഖീകരിക്കാനുള്ള പ്രശ്നം കൊണ്ടാണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിക്കൊള്ളാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഉഷ അവളെ സാവധാനം അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടല്ല, എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് മാനക്കേടും നാണക്കേടും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. എനിക്കറിയാം, അവരാരും ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ആ വീടിൻ്റെ പടി ചവിട്ടാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. ഒരുപക്ഷെ ഞാൻ അവരോട് അങ്ങനെയൊക്കെ ചെയ്തതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷ കൂടിയായിരിക്കും ഇത്. ഗംഗ ആലോചനയോടെ പറഞ്ഞതും ഉഷ ദേഷ്യത്തോടെ അവളെ നോക്കി. കൊച്ചേ, ഞാനൊരു കാര്യം പറയാം. അവനവൻ്റെ വിധിയും അവനവൻ്റെ സന്തോഷങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ദൈവമോ അല്ലെങ്കിൽ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെന്ന് നമ്മൾ വിചാരിച്ചാലേ രക്ഷപ്പെടുത്തുള്ളൂ. അതല്ല,
നശിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നശിച്ചു പോവുക തന്നെ ചെയ്യും. നീ എൻ്റെ മോനെ കണ്ടില്ലേ? അവൻ നശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്. അതുകൊണ്ടെന്താ, ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി, ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കരകയറാൻ നോക്ക്. അവസാന വാക്കുപോലെ ഉഷി അത് പറഞ്ഞിട്ടും ഗംഗ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാവാതെ അവിടെ തന്നെ ഇരുന്നോടെ രമ്യ പെട്ടെന്ന് അവിടേക്ക് വന്നു. അമ്മേ, അമ്മ അകത്തേക്ക് ചെല്ല്, ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. രമ്യ അനുനയറ്റി പറഞ്ഞതും ഉഷ ദേഷ്യത്തോടെ അകത്തേക്ക് തന്നെ കയറിപ്പോയി. തുടരും.